ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കളർഫുൾ പേപ്പേഴ്സിൽ ഫിഷിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാനൊരു വലിയ ബൗളിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ലിക്വിഡ് സോപ്പാണ്. ഈ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് സോപ്പായാലും മതി. എന്നിട്ട് അത് നമ്മൾ ഈ ഫിഷിനെ വെള്ളം നനയാതെ മുകളിലും ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഒരു ബഡോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഈ സോപ്പ് ലിക്വിഡ് സോപ്പ് എടുത്തിട്ട് ഫിഷിൻ്റെ ടേലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫിഷ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ഈ പേപ്പറിൻ്റെ മുകളിലല്ല വെക്കേണ്ടത്, ആ ഒരു ഫിഷിൻ്റെ ടേൽ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ ബഡ്സ്, അതായത് ആ സോപ്പുള്ള ബഡ് ജസ്റ്റ് ഡിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമൊരു ലെമണാണ്. അപ്പോൾ അതിൻ്റെ നീര് ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് എടുത്ത് സ്ക്വീസ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു വൈറ്റ് പേപ്പർ, ഒരു ബഡാണ്. ഈ ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ പേപ്പറിൽ എന്തെങ്കിലും കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കാം. അത് കുട്ടിക്ക് അറിയാവുന്ന എന്തെങ്കിലും ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, എന്തെങ്കിലും എഴുതിപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അത് ഒന്നും കാണില്ല, നമ്മൾ ഇൻവിസിബിൾ ആയിരിക്കും. അതൊരു ഇൻവിസിബിൾ ഇങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിതിന് ചൂട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അയൺ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അയൺ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ചൂട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്മൾ എന്താണോ എഴുതിയത് അതിങ്ങനെ ഒരു ബ്രൗൺ കളറിൽ ഷെയ്ഡായിട്ട് ഇത് മാറും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ക്യാൻഡിൽ വെച്ചിട്ട് ആക്കാം. പക്ഷേ തീ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പേടിയാണ്. അപ്പോൾ ഇത് അയൺ ബോക്സ് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം, കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കാരണം ചൂടാണ്, ഷോക്കൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്യാം. ഇതൊരു റോക്കറ്റ് ബലൂൺ ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു സ്ട്രോ, ഒരു ത്രെഡാണ്. അപ്പോൾ ഈ സ്ട്രോൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇത് കെട്ടിയിരിക്കുക. 2 ചെയർ വെച്ചാൽ 2 ചെയറിൻ്റെ ഇടയിൽ ഈ ത്രെഡ് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബലൂണിനെ വേർപ്പിച്ചിട്ട് ബലൂണിൻ്റെ അറ്റത്ത്, അതായത് ബലൂണിൻ്റെ നമ്മൾ വേർപ്പിച്ചിട്ട് കെട്ടിയിടുന്ന ഭാഗമല്ലേ, അത് കെട്ടിയിടുന്നതിന് പകരം അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ക്ലോത്ത് ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ബലൂണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ഈ സ്ട്രോയിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോനോട് ഈ ക്ലോത്ത് ക്ലിപ്പ് റിലീസ് ചെയ്യാൻ പറയണം. അപ്പോൾ എയർ അവിടെ നിന്ന് റിലീസായിട്ട് ഈ ബലൂൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ എയർ ബാക്കിലേക്ക് റിലീസ് ആകുമ്പോൾ ആ ഫോഴ്സ് കൊണ്ട് ബലൂൺ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു റോക്കറ്റ് ബലൂൺ ആക്ടിവിറ്റി എന്നൊക്കെ ഇതിനെ പറയുന്നത്. നമ്മുടെ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യം കുറച്ച് പാലാണ്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് തന്നെ എടുത്താണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എന്നിട്ട് അതിന് കുറച്ചിങ്ങനെ കളേഴ്സ്, ഫുഡ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുഡ് കളേഴ്സിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സോപ്പ് എടുക്കുക, അതേപോലെ തന്നെ ലിക്വിഡ് സോപ്പ് എടുക്കുക. എന്നിട്ടൊരു കോട്ടൺ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആക്കുക. അപ്പോൾ ജസ്റ്റ് ഡ്രോപ്പ് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ കളേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് അതേ കോട്ടൺ വേണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ആക്ടിവിറ്റി വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. അതിലേക്ക് വെള്ളം ഇങ്ങനെ 3/4 ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു കളർ, ഞാനിപ്പോൾ ഒരു ബ്ലൂ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്, അതിനൊരു 2-3 ഡ്രോപ്പ് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു കളർ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ നമുക്കത്ര ക്ലിയർ ആവില്ല. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കളർ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ സർക്കിൾ മോഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയതുകൊണ്ട് മോന് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ ഇതങ്ങനെ സ്വേൾ ചെയ്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കിയിട്ട് ഇതിവിടെ വെക്കണം. അപ്പോൾ ഇത് ഇളക്കി വെക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വേർപൂൾ ഇങ്ങനെ ആവുന്നത്, ഒരു ചുഴി പോലെ ഇങ്ങനെ ആവുന്നത് കാണാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പല ആക്ടിവിറ്റീസും പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റീസൊക്കെ എടുത്തിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.